കിനാവിൽ കണ്ടത്. രചന കെ സുധാകരൻ. ശബ്ദം നൽകുന്നവർ രമ്യ നമ്പീശൻ, എസ് ദേവി, ശോഭി തിലകൻ, GS മഹേഷ് കുമാർ, CR ആനന്ദവല്ലി, റോസലിൻ, കൊച്ചനിയൻ, പള്ളിപ്പുറം ജയകുമാർ. സാങ്കേതിക സഹായം B. സുരേഷ് കുമാർ. സംവിധാന സഹായം VN ദീപ, M. നിസാമുദ്ദീൻ, ദുർഗാ രാജു, രതീഷ് J. അയ്യർ. സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. കിനാവിൽ കണ്ടത്. വീണ, നിനക്ക് കോൾ വരുന്നു. ഹലോ ദീപക്. ഡിന്നറൊക്കെ കഴിഞ്ഞോ? ഡിന്നറോ? ഇന്ന് പ്രവീണ ആന്റി അത്താഴത്തിന് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയത്. ദോഷം പറയതല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ പറ്റിയ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവർ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് രാവിലെയും രാത്രിയിലും കിട്ടുമല്ലോ. ഫ്ളാറ്റിൽ നിങ്ങളെ 4 പേരല്ലേ താമസം? ഒരു കുക്കിനെ വെച്ചുകൂടെ? ആഗ്രഹമുണ്ട് വീണ, പക്ഷെ ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തെ ഒരു കുക്കുണ്ടായിരുന്നു. 3 ലാപ്ടോപ്പും 2 മൊബൈലും 4 ജീൻസും 7 ടീഷർട്ടും അടിച്ചെടുത്തോണ്ട് അവ മുങ്ങിയെ. കള്ളന്മാർക്കും ജീവിക്കണ്ടേ എന്റെ ദീപക്കെ? ഞാനിപ്പം വിളിച്ചതേ, നാളെ ഞാൻ ലീവാ. എന്തു പറ്റി? വീട്ടിൽ പോകുന്നു. അമ്മ ബാത്റൂമിൽ വീണു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നുമില്ല. എന്നാലും പോയെന്ന് കണ്ടിട്ട് വരാം. താൻ ടീം ലീഡറല്ലേ, പറയാതെ പോകാൻ പറ്റില്ലല്ലോ. മറ്റന്നാളെ ഓഫീസിൽ വരുവോ? വരും. എവിടെ നമ്മുടെ സുനിത മാഡം? ഒരു നോവൽ കാർന്ന് തന്നോണ്ടിരിക്കുക. കൊടുക്കണോ? വേണ്ട, 8:30 ആയില്ലേ, വിശക്കുന്നു. ഇന്ന് എവിടെന്നാ ഫുഡ് കഴിക്കുന്നേ? പട്ടത്തൊരു തട്ടുകടയുണ്ട്. നല്ല സോഫ്റ്റ് ദോശയും തേങ്ങാ ചട്നിയും മുളക് ചമ്മന്തിയും കിട്ടും. ഞങ്ങൾ ഓരോ പ്ലേറ്റ് ചിക്കൻ ഫ്രൈയും മേടിക്കും. കൊതിപ്പിക്കാതെടോ. നിങ്ങൾ ആണുങ്ങൾ എത്ര ലക്കിയാ, ഏത് പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും പോകാം. അസൂയപ്പെടണ്ട. തട്ടുകടയിലെ ചൂട് ദോശ തിന്നാൻ കൊതിയുണ്ടെങ്കിൽ നാളെ 8 മണിയാകുമ്പോ റെഡിയായി നിൽക്കി. ചന്ദ്രുവും ഞാനും കാറും കൊണ്ടുവരാം. പിന്നെ സുനിതയും കൂട്ടിക്കോ. ദീപക്, വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നുണ്ട്, വെച്ചോട്ടെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ. അമ്മ. ഞാൻ വിളിച്ചപ്പോ ബിസി ആയിരുന്നല്ലോ. അല്ല, ദീപക് വിളിക്കായിരുന്നു അമ്മേ. അതാരാ ദീപക്? അത് കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ചാ വർക്ക് ചെയ്യുന്നേ. നീ ഈ ആഴ്ച വരുമോ ഇങ്ങോട്ട്? എന്താ അമ്മേ, വല്ല വിശേഷമുണ്ടോ? അങ്ങനൊന്നുമില്ല. നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആരാണാവോ കക്ഷി? ഗവൺമെന്റ് കോളേജിൽ ലെക്ചറാണ്. ബിപിൻ. 27 വയസ്സേ ഉള്ളൂ. ഒരു പെങ്ങളുണ്ട്. അതിന്റെ കല്യാണം കഴിഞ്ഞതാ. പയ്യൻ കാണാനും തെറ്റില്ലെന്നാ കൊച്ചച്ചൻ പറഞ്ഞേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കുറച്ചുകൂടെന്നൊക്കെ പറഞ്ഞ ഇനി എന്നാ? അടുത്ത മാസം നിനക്ക് 23 തുടങ്ങുക. 23 വയസ്സായപ്പം എനിക്ക് 2 വയസ്സുള്ള നീയുണ്ട്. ശരി, ഞാൻ തർക്കിക്കുന്നില്ല. അച്ഛനെന്തേ? പുതിയ പാലത്തിന്റെ കോൺട്രാക്ട് അച്ഛനാ കിട്ടിയേ. അതിന്റെ പേരിൽ കുറച്ച് യാത്രയുണ്ടായിരുന്നു. നേരത്തെ കിടന്നു. കിരൺ വിളിച്ചിരുന്നോ നിന്നെ? ഇല്ല, അവനിപ്പോ എക്സാം ടൈം അല്ലേ, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തെ. മെഡിസിൻ അല്ലേ, ഒരുപാട് പഠിക്കാനും കാണും. ആ ലെക്ചറർ പയ്യന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാൻ കൊച്ചച്ചനോട് പറയട്ടെ? ശരി, വച്ചോ മോളെ. ശരി അമ്മേ. എന്താ ഒരു സന്തോഷം? അങ്ങനൊന്നുമില്ല. ആരാ? അമ്മയാണോ വിളിച്ചേ? എനിക്കൊരു പ്രപ്പോസൽ, അത് പറയാനായിരുന്നു. ആഹാ, ആരാ പാർട്ടി? കോളേജ് ലെക്ചററാ. വീക്കെൻഡിൽ ചെല്ലുമോന്ന് ചോദിച്ചു. പെണ്ണ് കാണലുണ്ടാവുമോന്ന് എനിക്കിപ്പോ ഒരു സംശയം. നിനക്ക് ആ പ്രപ്പോസൽ വേണ്ടടാ. അത് പ്രൊസീഡ് ചെയ്യണ്ടാന്ന് അമ്മയോട് നാളെ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. അതെന്താടി? എന്റെ ഹസ്ബൻഡ് ഒരു കോളേജ് ലെക്ചറർ ആയതുകൊണ്ട്. മനസ്സിലായില്ല.
അധ്യാപകരുടേത് ഒരു പ്രത്യേക ജീവിതമാണ്. 10 മുതൽ 4 വരെ ക്ലാസ്, ശനിയും ഞായറും ഹോളിഡേയ്സ്, ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം ഒഴിവ്, സമ്മർ വെക്കേഷന് വേറെ 2 മാസം. നമ്മുടെ ലൈഫുമായി ഒത്തുപോവില്ല. പക്ഷേ എന്റെ കാര്യത്തില് ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നു. അത് കൊള്ളാം. ഒരു റെപ്യൂട്ടഡ് IT കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നീ. സ്പെഷ്യൽ അസൈൻമെന്റ്സും പ്രോജക്റ്റുകളും നൈറ്റ് ഷിഫ്റ്റും അതൊന്നും അവർക്ക് ദഹിക്കില്ല. ഒരു പരസ്പര ധാരണ വേണം, അല്ലെങ്കിൽ മാരീഡ് ലൈഫ് കുളവാവും. ഏത് മാരീഡ് ലൈഫിലും ഇതൊക്കെ വേണ്ടേ? ഒരേ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലടി. ഡോക്ടറും എഞ്ചിനീയറും, വക്കീലും അതൊക്കെയാണെങ്കിൽ വലിയ പ്രോബ്ലം വരില്ല. ദേ നോ ഈച്ച് അതർ. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ക്രിമിനൽ ലോയറും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണമെന്നില്ല. IT ഫീൽഡിലുള്ള ആരെങ്കിലും നോക്കുന്നതാ നല്ലത്. നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. താങ്ക്സ്. താങ്ക്സ് മാത്രം പോരാ, ചെലവ് ചെയ്യണം. നാളെ ലഞ്ച് നിന്റെ വക. ഓക്കെ? എഗ്രീഡ്. മോളെ, ഒരു ഇഡ്ഡലി കൂടെ വയ്ക്കട്ടെ? വേണ്ടമ്മേ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. ഇഡ്ഡലി തിന്നാൽ തടി കൂടില്ല. വേണമെങ്കിൽ ഒരെണ്ണം കൂടി കഴിച്ചോ. തടി കുറയ്ക്കാനൊന്നും അല്ല അച്ഛാ, മതിയായിട്ടാ. ഈ ആഴ്ച നീ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരോട് ഇന്ന് വരാൻ പറഞ്ഞേനെ. വേണ്ടമ്മേ, അത് വിട്ടേക്ക്. അതെന്താ മോളെ? IT ഫീൽഡിലുള്ള ആരെങ്കിലും മതി, അതാ നല്ലത്. നീ എന്താ മോളെ ഈ പറയുന്നേ? കോളേജ് അധ്യാപകർക്ക് UGC സ്കെയിലാ, പിന്നെ ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ട് അലവൻസും കൂടും. കൊച്ചച്ഛൻ പറഞ്ഞത് അവന് മാസം 10,75,000 ശമ്പളം ഉണ്ടെന്നാ. വലിയ ശമ്പളം കിട്ടുമെന്ന് വെച്ച് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്നില്ല. നീ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സത്യം പറ, നിന്റെ മനസ്സിൽ വല്ലവരും ഉണ്ടോ? അമ്മ പേടിക്കണ്ട, അങ്ങനെ ആരുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് മാട്രിമോണിയൽ പേജിൽ ഒരു പരസ്യം കൊടുക്കാം. IT ഫീൽഡിലുള്ളവർക്ക് മുൻഗണന എന്ന് ചേർത്താ പോരെ? അക്കാര്യത്തിൽ അച്ഛൻ പാടുപെടണ്ട, ഞാൻ ഇപ്പം വരാം. അവളിത് എങ്ങോട്ടാ പോകുന്നേ? എന്തോ കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഏയ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ തുറന്നു പറയും. അങ്ങനെയല്ലേ നമ്മൾ അവളെ വളർത്തിയത്. ദാ വരുന്നുണ്ടല്ലോ. അച്ഛാ, ഇത് കണ്ടോ? 5 പേരുടെ ലിസ്റ്റ് ഉണ്ട് ഇതിൽ. നെറ്റിലെ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് എടുത്തതാ. ഫാമിലി ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഉണ്ട്. ഇതിലൊന്ന് സെലക്ട് ചെയ്യാമല്ലേ? നോക്കട്ടെ. ഹേമന്ത്, ശ്രീധർ, വിശാഖ്, പ്രേം, വിനോദ്, ഇവരെല്ലാം സോഫ്റ്റ്വെയറുകാരാണോ? അതെ അച്ഛാ. ആദ്യം ഹേമന്തിന്റെ വീട്ടിലേക്ക് വിളിക്കാം. അച്ഛന്റെ ഇഷ്ടം പോലെ. ഇതാ ചായ. ഹേമന്ത് വന്നില്ലല്ലോ ഇതുവരെ. അവൻ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതല്ലേ, വരാൻ വൈകുമെന്നാ പറഞ്ഞത്. അവനിങ്ങനെ വല്ലവരുടെയൊക്കെ കല്യാണം കൊണ്ട് നടക്കട്ടെ. ആൺകുട്ടികളായാൽ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കും മനസ്സിലൊരാദിയാ. വയസ്സ് 27 കഴിഞ്ഞു. അവന്റെ അതേ പ്രായമല്ലേ കായംകുളത്തെ മധു. അവന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ മാസം 4 കഴിഞ്ഞു. ഹേമന്ത് വരുമ്പോ അവനോടൊന്ന് സംസാരിക്കണം. വരട്ടെ. ഹലോ, ഞാൻ മാധവദാസാണ്. എന്റെ പേര് സദാശിവൻ നായർ. ഞാൻ കോഴഞ്ചേരിന്നാ വിളിക്കുന്നേ. ഹേമന്തിന്റെ വിവാഹത്തിന് വേണ്ടി ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ. അവിടെ നിന്നാണ് ഈ നമ്പർ കിട്ടിയത്. മകൻ എന്തെങ്കിലും പ്രപ്പോസൽ ആയിട്ടുണ്ടോ സാർ? ഇല്ല. മകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾ തിരുവനന്തപുരത്ത് ഒരു MNC കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വയസ്സ് എത്രയായി? 23 തികയുന്നു. നക്ഷത്രം? തിരുവോണം. ഞാനൊരു ജോത്സ്യനെ കണ്ടിട്ടാ വിളിക്കുന്നത്. ഹേമന്തിന്റെ നക്ഷത്രവുമായി നല്ല പൊരുത്തമുണ്ട്. ഹേമന്ത് ഇപ്പോൾ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ബിടെക് ചെന്നൈയിലാണ് പഠിച്ചത്. സൈറ്റിൽ നിന്ന് ഹേമന്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അധികം വയ്യാതെ അവൻ അമേരിക്കയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. മിസ്റ്റർ സദാശിവൻ നായരുടെ ഫാമിലിയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. ഭാര്യ ഹൗസ് വൈഫാണ്. വീണയാണ് മൂത്തത്. അവളുടെ അനിയൻ കിരൺ മണിപ്പാലിൽ മെഡിസിന് പഠിക്കുന്നു. ശരി,
ഞാൻ ഹേമന്തിനോട് സംസാരിക്കാം. അവന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. നമ്മൾ അവന്റെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ആ വിളി വന്നത്. അതൊരു നിമിത്തം പോലെ എനിക്ക് തോന്നുന്നേ. അതെ, അവൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും കല്യാണം നടത്തണം. മൊത്തത്തിൽ ഈ പ്രപ്പോസൽ കേട്ടിട്ട് തെറ്റില്ല. അച്ഛൻ ഗവൺമെന്റ് കോൺട്രാക്ടർ, അമ്മ ഹൗസ് വൈഫ്, അനിയൻ MBBS പഠിക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട്. അതെന്താ? ഫസ്റ്റ് ക്ലാസ് MAയും ഡോക്ടറേറ്റുമുള്ള PG പ്രൊഫസറല്ലേ ഞാൻ. താനാണെങ്കിൽ +2 സ്കൂൾ പ്രിൻസിപ്പളുമാണ്. നമ്മോടൊപ്പം ഇല്ലെങ്കിലും അതിനടുത്തെങ്കിലും വിദ്യാഭ്യാസം ആ കുട്ടിയുടെ പേരൻസിന് വേണ്ടേ? കാണില്ലേ? അതൊക്കെ തുടക്കത്തിലേ ചോദിക്കാൻ പറ്റുമോ? വലിയ കോൺട്രാക്ട് ആണെങ്കിലും അയാൾ കോളേജിന്റെ പടി പോലും കയറാത്തവനാണെങ്കിലോ? അമ്മ ഹൗസ് വൈഫ്, 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിലോ? ഫാമിലീസും മാച്ച് ചെയ്യണ്ടായോ? ഓ, അധികം ചുഴിഞ്ഞു നോക്കണ്ട. ഇതെന്തായാലും നമുക്ക് ആലോചിക്കാം. ആ കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്തേ. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. കമ്പ്യൂട്ടർ ഓണാണ്. ഇപ്പം തന്നെ നോക്കാം. വീണയെന്നല്ലേ ആ കുട്ടിയുടെ പേര്? ആ, അതാ കിട്ടിയല്ലോ. വീണ സദാശിവൻ. ആഹാ, ഫോട്ടോയും ഉണ്ടല്ലോ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. പക്ഷേ താൻ അവളുടെ ആനുവൽ ഇൻകം കണ്ടില്ലേ? വർഷം 6.5 ലക്ഷം ശമ്പളം. ഹേമന്തിന് 5.5 ഉള്ളൂ. അവൾക്ക് 1 ലക്ഷം കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല. അവൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാ ഇതൊന്നും അല്ലല്ലോ തുക. പോയി കഴിഞ്ഞല്ലേ, ആണിനേക്കാൾ ഒരു പടി താഴെ പെണ്ണ് നിൽക്കാവൂ. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഇതും അങ്ങ് കൈവിട്ടു പോകും. അല്ല, ഹേമന്ത് വന്നല്ലോ. നീ ഇപ്പൊ തന്നെ അവനോട് ചോദിച്ചേക്ക്. എന്താ രണ്ടുപേരും കൂടി കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് ഗവേഷണം നടത്തുന്നേ? ദേ, നീ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ കുട്ടിയെ കണ്ടോ? ആരാ ഈ പെണ്ണ്? വീണ. നിനക്ക് വന്ന പ്രപ്പോസലാ. കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, തിരുവനന്തപുരം. കണ്ടിട്ട് തെറ്റില്ല. നീ സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന കാര്യം എന്തായി? ഓ, അത് ഞാൻ പെൻഡിങ് വെക്കുവച്ച. അതെന്താ? സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. 6 months പ്രോജക്ട്. സ്റ്റേറ്റ്സിലേക്ക് എന്ന് വേണേലും പോകാം. അതുപോലെയല്ലേ ഇത്? എവിടെ വേണേലും പോയിക്കോ. പക്ഷേ നിന്റെ കല്യാണം കഴിയാതെ എങ്ങോട്ടും വിടത്തില്ല. വീണയ്ക്ക് എന്താ കുടിക്കാൻ? കോഫി ഓർ ടീ? എനിക്കൊരു കോഫി മതി. സുനിതയ്ക്കോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സാണ്. എനിക്കോ അതേ മനസ്സാ. ആയിരിക്കെ, ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. ഒരു പപ്സും കൂടി ആവാം. മോളെ, ഇപ്പോഴേ നീ ഗുണ്ടുമണിയാണ്. തടി കൂട്ടുണ്ടാട്ടോ. ഓ, കൂട്ടിയാലെന്താ കുറച്ചാലെന്താ, കഴുത്തിലൊരു താലി വീണില്ലേ, ഇനി പേടിക്കണ്ട. ശരി ശരി, ഞാനിപ്പോ വരാം. പെണ്ണ് കാണലിന്റെ കാര്യം ദീപകിനോട് പറഞ്ഞോ? ഇല്ല. പറയണോ? പറഞ്ഞേക്ക്, അവൻ നമ്മുടെ ഫ്രണ്ടല്ലേ. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് പറഞ്ഞാ പോരെ? അതെ, ഫ്രണ്ട്സിന്റെ ഇടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല. എങ്കിലും ഒരു ചമ്മല്. എങ്കിൽ ഞാൻ അവതരിപ്പിക്കാം. ധാവം വരുന്നുണ്ട്. ദീപക്കേ, ഒരു ന്യൂസ് ഉണ്ട്. ഒരു മിനിറ്റേ, ഞാൻ പഫ്സും കൂടി വാങ്ങിക്കൊണ്ട് വരാം. കേൾക്കുമ്പോ അവനൊരു പൊടി സങ്കടം വരും. എന്തിനാ? അവന് നിന്നോടൊരു ആരാധനയൊക്കെ ഉണ്ട്. പൊടി. ആഹാ, നിന്റെ പ്രസൻസിൽ അവനൊരു മാറ്റം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിന്റെ അടുത്തിരിക്കാനും നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും ഒക്കെ അവൻ ഇഷ്ടാ. പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം ഒരു പരമസത്യം മാത്രം. ഇതാ പഫ്സ്, കഴിക്ക്. ഇനി ന്യൂസ് എന്താണെന്ന് പറ. നമ്മുടെ മിസ് വീണ നായരുടെ ജീവിതത്തിലെ ഒരു മഹത്തായ സംഭവം അടുത്ത സൺഡേ നടക്കാൻ പോകുന്നു. റിയലി? എന്താ? ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങ്. അല്ല, അതിന് താനെന്തിനാ മിഴുങ്ങസിയായിരിക്കുന്നെ? അല്ല, ഞാൻ ആ രംഗം മനസ്സിൽ സങ്കല്പിക്കുകയായിരുന്നു. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മുടെ വീണ വ്രീളാവിവശയായി
ട്രേയിൽ 4-5 കപ്പ് ചായയുമായി അടിവച്ച് അധികം സങ്കല്പം ഒന്നും വേണ്ട. ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ വ്രീള വിവശയായെന്നിരിക്കും. ഇത് വെറും സിമ്പിൾ പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമാ. അതുപോട്ടെ, ആരാ ആ ഭാഗ്യവാൻ? പേര് ഹേമന്ത്, പ്രൊഫഷൻ സോഫ്റ്റ്വെയർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കാൻ പോകുന്നു. അഡ്വാൻസായി എന്റെ ആശംസകൾ. താങ്ക്സ്. പക്ഷെ ഈ ഹേമന്ത് രാജകുമാരൻ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഈ വീണ രാജകുമാരിയെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ആണോ? നിനക്കിഷ്ടമാണോ? അതിനി പ്രത്യേകിച്ച് പറയണോ? എങ്കിൽ ഹേമന്ത് വന്ന് കണ്ടിട്ട് പോട്ടെ. അടുത്ത ചാൻസ് ഞാൻ നിനക്ക് മേടിച്ചു തരാം. വാചകം അടിച്ചിരിക്കാതെ കാപ്പി കുടിക്കും. സമയം പോകുന്നു. അവർ വന്നെന്ന് തോന്നുന്നു സുമംഗലേ. അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെന്നാട്ടെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഹേ ഇല്ല, അങ്കിൾ പറഞ്ഞ റൂട്ട് മാപ്പ് വെച്ച് നേരെ അങ്ങ് പോകുന്നു. വണ്ടി ഓടിച്ച ഡ്രൈവറാ. ഡ്രൈവർ വേണ്ട, ഇവന് ഓടിച്ചോളാമെന്ന് പറഞ്ഞതാ. ഞാൻ സമ്മതിച്ചില്ല. ഒരു ശുഭകാര്യത്തിന് 3 പേര് പോകാൻ പാടില്ലെന്നാണല്ലോ വിശ്വാസം. അതുകൊണ്ടാ ഡ്രൈവറെയും കൂട്ടിയത്. അത് നന്നായി. വന്നാട്ടെ. ഇത് സുമംഗല, എന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. രാവിലെ പുറപ്പെട്ടോ അവിടുന്ന്? രാഹുകാലം ഉച്ച കഴിഞ്ഞല്ലേ, അതുകൊണ്ട് രാവിലെ സമയമൊന്നും നോക്കിയില്ല. 9:30 കഴിഞ്ഞപ്പോ ഇറങ്ങി. ഇരുന്നാട്ടെ. ഇത് സദാശിവൻ നായർ വെച്ച വീടാണോ? അതെ, തറവാട്ടിൽ അനിയന. ഈ സ്ഥലം ഞാൻ നേരത്തെ മേടിച്ചിട്ടിരുന്നതാ. കൊള്ളാം. ടൗണിന്റെ ബഹളവുമില്ല, എന്നാ ഗ്രാമവുമല്ല താൻ. മോൾ ഇന്നലെ വന്നോ? വന്നപ്പോ സന്ധ്യ കഴിഞ്ഞു. അച്ഛൻ സ്റ്റേഷനിൽ പോയി വിളിച്ചോണ്ട് വരുമായിരുന്നു. മോക്ക് ജോലി കിട്ടിയിട്ട് എത്ര നാളായി? അവൾക്ക് ക്യാമ്പ് സെലക്ഷൻ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്. അവിടെ 6 മാസം. അത് കഴിഞ്ഞാ തിരുവനന്തപുരത്ത് വന്നത്. അതിപ്പോ 1.5 വർഷമായി. ഹേമന്ത് തുടക്കം മുതലേ കൊച്ചിയിൽ തന്നെയാണ്. മോനെന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, മുതിർന്നവർ സംസാരിക്കുമ്പോ ഞാൻ കയറി ഇടപെടുന്നത് ശരിയല്ലല്ലോ. എന്നാ നമുക്ക് ചായ കുടിച്ചിട്ട് ഇനി സംസാരിക്കാം. ഓ, ആയിക്കോട്ടെ. ഡൈനിങ് റൂമിലേക്ക് ഇരിക്കാം. ഇത് എത്ര ബെഡ്റൂമാണ്? ഒരു മാസ്റ്റർ റൂം, പിന്നെ വേറെ 3. തൂത്തു തുടയ്ക്കുന്ന പാടം ഓർക്കുമ്പോ ഇത്ര വലുത് വേണ്ടായിരുന്നെന്ന് തോന്നും. ഇരുന്നാട്ടെ. ഇതെന്താ മേശപ്പുറം നിറയെ നിരത്തിയിട്ടുണ്ടല്ലോ. ഇഷ്ടമുള്ളത് മാത്രം എടുത്തോളൂ. സുമംഗലേ, താൻ ചെന്ന മോളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പൊ വരാം. ആദ്യത്തെ പെണ്ണുകാണലാണോ ഇത്? അതെ അതെ, ആദ്യത്തേതാണ്. ഹേമന്തിന്റെയും ആദ്യത്തേതാണ്. ഇനി വേറൊരിടത്ത് പോകണമെന്നും വിചാരമേ ഇല്ല. ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മോള് വീണ. മോളെ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. ഇതാണ് ഹേമന്ത്. മനസ്സിലായല്ലോ? പിന്നെ ഹേമന്തിന്റെ അച്ഛനും അമ്മയും. മോള് എല്ലാ ആഴ്ചയിലും വരാറുണ്ടോ? അർജന്റ് വർക്കൊന്നുമില്ലെങ്കിൽ വരാറുണ്ട്. ട്രെയിനിലോ അതോ? ട്രെയിനിലാണ്. ഹേമന്തേ, നിനക്കൊന്നും ചോദിക്കാനില്ലേ? ഉണ്ട്. എങ്കിൽ ചെല്ല് ഹേമന്ത്. ചോദിക്കാനുള്ളത് ചോദിക്കണം, പറയാനുള്ളത് പറയുകയും വേണം. അവിടെ വീട് വാടകയ്ക്കെടുത്തായിരുന്നു 4 കൊല്ലം താമസം. യു ആർ ലക്കി. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ബ്രേക്കില്ലാതെ കിട്ടിയില്ലേ? അവരുടെ സ്നേഹക്കൂടുതൽ കാരണം ചില നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? ലാസ്റ്റ് ഇയർ ഹൈദരാബാദിലുള്ള ഒരു UK കമ്പനിയിൽ നിന്ന് ഒരു നല്ല ഓഫർ എനിക്ക് കിട്ടിയതാ. 20
ഹസ്ബൻഡ് ഇപ്പോൾ കോഴിക്കോട്ടാണ്, കോളേജ് ലെക്ചറർ. ശ്രീകാര്യത്ത് അത് ആരുടെ വീടാ? പ്രവീൺ ആന്റിയുടെ. അവരുടെ ഹസ്ബൻഡ് ദുബായിലാണ്. ഒരു മോനുണ്ട്, അവൻ ഊട്ടിയിലാണ് പഠിക്കുന്നത്. ഓ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. എനിക്ക് ഇയാളെ ശരിക്കും ഇഷ്ടമായി. ഐ ഫീൽ ലക്കി. എനിക്കും. വീട്ടിൽ നിന്ന് എപ്പോ വന്നു? ഇന്നലെ ഈവനിങ്ങിൽ വന്നു. ശ്രീകാര്യത്തെത്തിയപ്പോ 8 മണിയായി. വീണ തിരിച്ചെത്തി കാണുമോന്ന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ രാത്രി വിളിക്കാത്തത്. പോയ കാര്യം എന്തായി? സക്സസ്. എന്നുവെച്ചാൽ? പെണ്ണിന് ചെറുക്കനെയും ചെറുക്കന് പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു. 2 വീട്ടുകാർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. അപ്പോ ഉടൻ മാരേജ് കാണും അല്ലേ? വച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് അച്ഛനമ്മമാരുടെ തീരുമാനം. ഈ മാസം ഒടുവിൽ എൻഗേജ്മെന്റ്, റിംഗ് എക്സ്ചേഞ്ച് വേണമെന്നാണ് ഹേമന്തിന്റെ അച്ഛനമ്മയുടെയും ആഗ്രഹം. എന്റെ അച്ഛനമ്മയ്ക്ക് അത് സമ്മതമാണ്. അടുത്ത മാസം കല്യാണം. അപ്പോ അധികം വൈകാതെ വീണ ഈ ക്യാമ്പസ് വിട്ടു പോകും. നമ്മളെല്ലാവരും ഇന്നില്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോവില്ലേ ദീപക്? കമ്പനി നമുക്ക് ആർക്കും തീരെഴുതി തന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? പക്ഷേ ഓർക്കുമ്പോ ഒരു വിഷമം. വിഷമങ്ങളൊന്നും നീണ്ടു നിൽക്കാറില്ല. ദിവസങ്ങളുടെ ആയുസ് മാത്രമേ അതിന് കാണൂ. അതിരിക്കട്ടെ, സുനിതയ്ക്ക് എന്തു പറ്റി? രാവിലെ ഒരു സുഖമില്ലായ്മ പോലെ. ലീവാക്കിയേക്കാൻ പറഞ്ഞു. തീരെ വയ്യെങ്കിൽ പ്രവീൺ ആന്റിയോടൊപ്പം ഡോക്ടറെ കാണാൻ പോകും. വീണ പോയാലേ സുനിതയും ഒറ്റയ്ക്കാവും. ഞാൻ പോയാൽ ആ സ്ഥാനത്തേക്ക് വേറെ ആൾ വരും ദീപക്. ഇപ്പൊ തന്നെ 2-3 എൻക്വയറി വന്നു കഴിഞ്ഞു. ഹലോ ഹേമന്ത്, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കാം. ഓക്കെ, പറയൂ. ഞാൻ വീട്ടിലെത്തി, കുളി കഴിഞ്ഞ് വിളിക്കുകയാണ്. ഇപ്പോ മണി 9 ആയില്ലേ? എപ്പോഴാണ് വീട്ടിൽ വന്നത്? 8:30 കഴിഞ്ഞു. അമ്മ അന്ത്യശാസനം തന്നു, ഇനി 7 മണിക്ക് വീട്ടിലെത്തിക്കൊള്ളണമെന്ന്. സാധാരണ ലേറ്റ് ആവുമോ? വീണയ്ക്ക് അറിയാമല്ലോ, വിചാരിച്ച പോലൊന്നും പലപ്പോഴും വർക്ക് തീരില്ല. അതുപോട്ടെ, ഫ്രണ്ട്സൊക്കെ സംഭവം അറിഞ്ഞോ? പിന്നില്ലേ, സംഭവം പെട്ടെന്ന് ഫ്ലാഷായി. വീണയെക്കുറിച്ച് ഞാനും ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഹേയ്, ഓഫീസിൽ 4-5 ക്ലോസ് ഫ്രണ്ട്സ്. എല്ലാവർക്കും വീണയെ കാണാൻ ധൃതിയായി. വെയിറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. ഓ, മാരേജ് വരെയൊന്നും അവർ വെയിറ്റ് ചെയ്യില്ല. ഒരു ദിവസം വണ്ടി എടുത്ത് വരുന്നുണ്ട് ഞങ്ങൾ. ഒരു സൺഡേ ഫ്രീ ആക്കി വെക്കണം. നോ പ്രോബ്ലം. ഇന്ന് പകൽ നേരത്ത് വിളിക്കാൻ പലവട്ടം ആഗ്രഹിച്ചതാ. പക്ഷേ ഓഫീസ് ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച. അയ്യോ, ഞാനിന്ന് ഫ്രീ ആയിരുന്നു. വിളിക്കാമായിരുന്നില്ലേ? അതെങ്ങനെ? എന്റെ റൂംമേറ്റ് രാവിലെ തലകുറ്റി വീണു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ചന്ദ്രസേനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ചു പോയനെ. ആരായി ചന്ദ്രസേനങ്ങൾ? ഹൗസ് ഓണറാ, പ്രവീൺ ആന്റിയുടെ ഹസ്ബൻഡ്. അവിടെ പുരുഷന്മാരില്ലെന്നാണല്ലോ അന്ന് വീണ എന്നോട് പറഞ്ഞത്. അങ്കിൾ മിനിഞ്ഞാന്ന് ലീവിൽ വന്നു. എന്ത് പ്രായമുണ്ട് അയാൾക്ക്? ഒരു 45 കാണും. ആളെങ്ങനെ, ഡീസന്റ് ആണോ? അങ്കിള് ഞങ്ങളോട് സംസാരിക്കാറ് പോലുമില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ചില തൈക്കിളവന്മാർക്ക് പെമ്പിള്ളേരെ കാണുമ്പോ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും. വീണ, വൈ ആർ യു സൈലന്റ്? ഏയ്, നത്തിങ്. എന്റെ സംസാരം ബോറായോ? സോറി, ചില ആളുകള് വീണയ്ക്ക് അറിയില്ല. അതൊക്കെ പോട്ടെ, ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, നോക്കണം. നോക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹേമന്താണ് വിളിച്ചതല്ലേ? നീ ബാൽക്കണിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നിട്ടെന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തെ? സന്തോഷമില്ലെന്ന് നിനക്ക് തോന്നുന്നതാ? അടുത്ത സൺഡേ അല്ലേ മോതിരം മാറൽ? എന്നിട്ട് നീ എന്താ എന്നെ ഇൻവൈറ്റ് ചെയ്യാത്തത്? ഫ്രണ്ട്സിനെ ആരെയും വിളിക്കുന്നില്ല. പക്ഷെ നീ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു. പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? എന്റെ കണവൻ തലേന്ന് ഇവിടെ ലാൻഡ് ചെയ്യും. നേരെ കന്യാകുമാരിക്ക് പോവാനാണ് പ്ലാൻ. അത് നല്ല ഐഡിയ ആണ്. പോയി എൻജോയ് ചെയ്യ. എത്ര മണിക്കാ ട്രെയിൻ? 3:15. ചെന്നിട്ടിനി ടിക്കറ്റ് എടുക്കാൻ സമയമുണ്ടോ? പ്രവീൺ ആന്റി രാവിലെ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആന്റിയെ കൊണ്ട് നേരത്തെ തന്നെ ടിക്കറ്റ് എടുപ്പിച്ചു. അപ്പോ മറ്റന്നാൾ നിന്റെ വിരലിൽ ഹേമന്ത് അയാളുടെ പേരുള്ള സ്വർണ്ണമോതിരം അണിയിക്കുമല്ലേ? അതെ. ലക്കി ഗായ്. അതെന്താ?
നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടുന്നതുകൊണ്ട്. നിന്റെ അമ്മയുടെ നമ്പർ എനിക്ക് തരണേ. എന്തിനാ? നിന്നെ പിടിച്ച് എത്രയും വേഗം പെണ്ണ് കെട്ടിക്കണമെന്ന് പറയാൻ. അമ്മയുടെ ലിസ്റ്റിലെ ഒരു ഡസം പെമ്പിള്ളാരെങ്കിലും കാണും. പിന്നെന്താ തടസ്സം? ഓ, ഒന്നിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കിയിരുന്നു, ഒരു രാജകുമാരി തന്നെ വരും. വരികയല്ലോ, രാജകുമാരി പോവുകയല്ലേ. ദീപക്, നിനക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. അതുകൊണ്ടാ എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടം. ഞാൻ വിചാരിച്ചു റിംഗ് എക്സ്ചേഞ്ചിന് നീ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ് വേണ്ടാന്ന് ഞാനാ തീരുമാനിച്ചത്. ബന്ധുക്കളും പിന്നെ കുറെ അടുത്ത പരിചയക്കാരും. കല്യാണം ഉടനെ വരില്ലേ? നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാ. എന്താ വിശേഷം? വെറുതെ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മയെ എന്റെ അന്വേഷണം അറിയിക്കണേ. പിന്നെ വിളിക്കുമ്പോഴൊക്കെ അമ്മ നിന്റെ കാര്യം ചോദിക്കാറുണ്ട്. നിന്റെ മാരേജ് ആണെന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷമായി. റെയിൽവേ സ്റ്റേഷൻ എത്തിയല്ലോ. നീ പ്ലാറ്റ്ഫോമിലേക്ക് വരണ്ട. കാറ് പാർക്ക് ചെയ്യാൻ പ്രയാസമല്ലേ? ഓക്കേ. വീണ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യുടാ. ഹലോ അച്ഛാ, ഞാൻ സ്റ്റേഷനിലെത്തി. എപ്പോൾ പിക്കപ്പ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ വിളിക്കാം. ചടങ്ങ് ഭംഗിയായി നടന്നല്ലോ. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ഇപ്പോഴേ ആശ്വസിക്കണ്ട. മോതിരമാറിലേ കഴിഞ്ഞുള്ളൂ. കല്യാണത്തിന് ഇനി വെറും 27 ദിവസമേ ഉള്ളൂ. അത് മറന്നോ? 27 ദിവസമുണ്ടല്ലോ. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു. സദ്യക്ക് കാറ്ററിംഗുകാരെ ഏർപ്പാടാക്കി. ഇനി ആളുകളെ ക്ഷണിച്ചാൽ മാത്രം മതിയല്ലോ. അതത്ര നിസ്സാര കാര്യമാണെന്നാണോ വിചാരിക്കുന്നത്? ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും നാട്ടുകാരുടെയും ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? എത്ര ശ്രദ്ധിച്ചാലും ആരുടെയെങ്കിലും പേര് മറന്നുപോകാതിരിക്കില്ല. പിന്നെ പരിഭവമായി, പിണക്കമായി. സമയമുണ്ടല്ലോ. നമുക്ക് 2 പേർക്കും കൂടി ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കാം. മോൾ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോളും. മംഗലാപുരത്തുനിന്ന് കിരണിന്റെ ഫ്രണ്ട്സ് വരുമോന്നറിയില്ല. എല്ലാം കൂടി എത്ര പേര് കാണുമെന്ന് കണക്കെടുത്താലല്ലേ എത്ര ഇൻവിറ്റേഷൻ കാർഡ് വേണ്ടി വരുമെന്ന് അറിയാൻ പറ്റൂ. സദ്യയുടെ കണക്കും ഒരാഴ്ച മുമ്പെങ്കിലും കൊടുക്കണ്ടേ? സഹായത്തിന് ആരുമില്ല. നമ്മൾ 2 പേരും മാത്രം. നമ്മൾ 2 പേരും മതി. എന്തായാലും എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷമില്ല. വീണയും ഹേമന്തും തമ്മിൽ നല്ല ചേർച്ച. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും പോലെയാണെന്നാ ഗോപാലകൃഷ്ണൻ ചിറ്റപ്പൻ പറഞ്ഞത്. എല്ലാവർക്കും പയ്യൻ ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു മകൻ, നല്ല സ്വഭാവം. നമ്മുടെ ഭാഗ്യമാ സുമംഗലേ. നമ്മുടെ മോളുടെ ഭാഗ്യമെന്ന് പറ. കല്യാണം കഴിഞ്ഞാൽ ഹേമന്തിന്റെ കമ്പനിയിൽ മോക്ക് ജോലി കിട്ടുമെന്നാ അവൻ പറഞ്ഞത്. അവൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കിട്ടാതിരിക്കില്ല. ഇടയ്ക്ക് ഫ്രാൻസിലേക്ക് പോകാൻ അവൾ പ്ലാൻ ചെയ്തതല്ലേ. ഇനി അതൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞാൽ 2 പേരും കൂടെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. അച്ഛനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ എത്ര ഫ്രണ്ട്സ് കാണും മാരേജിനെന്ന് ചോദിച്ചു. നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനെയും വിളിക്കണ്ടേ? പിന്നെ വേണ്ടേ? വരുന്നവര് വളരെ കുറവായിരിക്കും, പക്ഷെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. സുനിത, നമുക്കൊരു കാർ അറേഞ്ച് ചെയ്തു പോവാം. നമ്മൾ എന്തായാലും 7 പേര് കാണില്ലേ? അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ദേവികയും ചന്ദ്രുവിനെയും ശിവയും ഒക്കെ കൂട്ടണം. അവരെന്തായാലും വരും. എക്സ്ക്യൂസ് മീ, ഹേമന്താണ് വിളിക്കുന്നത്. ഹലോ വീണ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? ഒരു സ്വിറ്റ്സർലൻഡ് പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് തന്നെ കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വേറെ 2-3 പേരുണ്ടായിരുന്നു കോമ്പീറ്റ് ചെയ്യാൻ. എന്തായാലും എനിക്കാണ് സെലക്ഷൻ. കൺഗ്രാറ്റ്സ് ഹേമന്ത്. ഇത് എന്റെ ലക്കല്ല, നിന്റെ ലക്കാണ്. കാരണം നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുമ്പോൾ ദൈവം തന്നൊരു സമ്മാനം. 6 മാസം സ്വിറ്റ്സർലൻഡിൽ. ഐ എം ഹാപ്പി ഹേമന്ത്. നമ്മുടെ മാരേജ് കഴിഞ്ഞ് 2 മാസത്തെ സമയമുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ശരിയാക്കണം. ഇപ്പോഴാണ് മെയിൽ വന്നത്. ഉടനെ ഞാൻ വീണയെ വിളിക്കാണ്. ഇനി അച്ഛനോടും അമ്മയോടും പറയണം. വയ്ക്കട്ടെ മോളൂ. ഓക്കെ ഹേമന്ത്. എന്തോ സന്തോഷ വാർത്തയാണല്ലോ. ഉണ്ട് ദീപക്. ഞങ്ങളുടെ ഹണിമൂൺ എവിടെയാണെന്ന് അറിയാമോ? സിംല. അതോ സിംഗപ്പൂരോ? സ്വിറ്റ്സർലാൻഡ്. ആഹാ, അതിൽ കുറഞ്ഞൊന്നുമില്ല. അക്കാര്യമാണോ ഹേമന്ത് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്?
അതെ, ദൈവമായിട്ട് ഹേമന്തിന് ഒരു പ്രോജക്റ്റ് ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡിൽ 6 മാസത്തേക്ക്. അപ്പോ മധുവിധു 6 മാസത്തേക്ക് നീളും അല്ലേ? എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നത് കൊണ്ട് കിട്ടിയ ആദ്യത്തെ ഭാഗ്യമാണ് ഈ പ്രോജക്റ്റ് എന്ന ഹേമന്ത് പറഞ്ഞത്. എനിക്ക് സന്തോഷായി. നിന്നെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു പെണ്ണിനെ എനിക്കും കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ആ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരാം കേട്ടോ. വീണ, ദാ വരുന്നു. വീണ, വാട്ട് ഹാപ്പൻ ടു യു? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. പറയ്. ഞാൻ വീട്ടിലൊന്ന് പോയി വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചേ? പറയ് വീണ, എന്താ ഉണ്ടായത്? ഒരു പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നം? ഹേമന്തുമായിട്ട്. എന്ത് പ്രശ്നമാ ഹേമന്തുമായിട്ടുണ്ടായേ? ഇന്നലെ രാത്രിയിൽ മംഗലാപുരത്ത് നിന്ന് കിരൺ വിളിച്ചു. അവൻ വല്ലപ്പോഴുമേ വിളിക്കാറുള്ളൂ. 10-15 മിനിറ്റ് സംസാരിച്ചു. കല്യാണത്തിന് അവൻ വരുന്ന കാര്യമൊക്കെയാ പറഞ്ഞത്. ആ നേരത്തെ ഹേമന്തും വിളിച്ചു. എന്നിട്ട്? കോൾ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ കിരണിനെ കട്ട് ചെയ്യാൻ തോന്നിയില്ല. സംസാരിച്ചു കഴിഞ്ഞ് ഹേമന്തിനെ വിളിച്ച് കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് കാര്യം പറഞ്ഞില്ലേ? കിരൺ വച്ച ഉടൻ തന്നെ ഞാൻ ഹേമന്തിനെ വിളിച്ചു. പക്ഷെ ഹേമന്തിന്റെ ഫോൺ അപ്പോൾ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ നീ ട്രൈ ചെയ്തില്ലേ? പിന്നെയും വിളിച്ചു, അപ്പോഴും എൻഗേജ്ഡ്. പിന്നെ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് വിളിച്ചു. അപ്പോഴൊക്കെ ബിസി ടോണാ കിട്ടിയത്. 1 മണിക്കൂറോളം ബിസി. എന്നിട്ട്? ഒടുവിൽ വിളിച്ചപ്പോൾ റിങ് കിട്ടി. പക്ഷെ അപ്പൊ തന്നെ കോൾ എടുക്കാതെ ഹേമന്ത് കട്ട് ചെയ്തു. അറിയാതെ കട്ടായതായിരിക്കാം. അല്ല, വീണ്ടും ഞാൻ വിളിച്ചു. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. നീ വെറുതെ സംശയിക്കുക. ബാറ്ററി ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതായിരിക്കാം. അല്ല, മനഃപൂർവ്വം 1 മണിക്കൂർ സംസാരിച്ചതും പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതും ഒക്കെ നിന്റെ തോന്നലാണ് വീണ. അല്ല, അത് കഴിഞ്ഞിട്ടിപ്പോ 7-8 മണിക്കൂറായി. എന്റെ മിസ് കോളുകൾ കണ്ടു കാണുമല്ലോ. എന്നിട്ട് തിരിച്ച് വിളിച്ചേയില്ല. എന്നോട് വാശി തീർക്കാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാ. നിന്നോട് എന്തിനു വാശി തീർക്കണം? ഹേമന്ത് വിളിച്ചപ്പോ എന്റെ മൊബൈൽ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അതിന് കിരൺ നിന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? ഉടനെ ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാതെ എന്റെ ദേഷ്യ. പക്ഷെ വീണ, ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഇത്രയും വാശി കാണിക്കുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ? എനിക്ക് വയ്യ സുനിത. വീണ, എന്താ ദീപക്? തനിക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ? അറിയില്ല. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു. ചെന്ന് കണ്ടിട്ട് വാ. എനിക്ക് ഇതുവരെ ഓഫീസിൽ വിസിറ്റേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ചെന്ന് നോക്ക്, ആരാണെന്ന് അറിയാലോ. ഓക്കെ. ഹേമന്ത്, എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നേരിട്ട് വന്ന് സോറി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ ആരോരും അറിയാതെ ഞാനിങ്ങ് വന്നത്. സോറി വീണ, ഐ എം റിയലി സോറി. തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ സില്ലിയായി പെരുമാറാൻ പാടില്ലായിരുന്നു. ഏയ് സാരമില്ല ഹേമന്ത്. എന്തായാലും എന്നെ കാണാൻ വന്നല്ലോ. എനിക്ക് സമാധാനമായി. സത്യത്തിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. ശരിക്കും ഉറങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നലെ കിരൺ എന്നെ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഞാൻ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോറി, ഞാൻ ഇനി കൺട്രോൾ ചെയ്തോളാം. കിരൺ വല്ലപ്പോഴുമാണ് എന്നെ വിളിക്കാറുള്ളത്. സംസാരിക്കുന്നതിന്റെ ഇടയിൽ കട്ട് ചെയ്താൽ പിന്നെ അവനെ കിട്ടില്ല. അതുകൊണ്ടാണ്. നമുക്കിനി ആ വിഷയം വിടാം. എറണാകുളത്ത് നിന്ന് നേരെ വന്നതാണോ? അതെ, ഇന്ന് ലീവാണെന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. കാക്കനാടിന് പോകുന്നതിന് പകരം ഹൈവേയിൽ കയറി വൈറ്റില വഴി നേരെ വിട്ടു. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്? വിളിച്ചെന്നോട് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണ്ടേ ഞാൻ? ദീപക് വന്ന് പറഞ്ഞോ ഞാനാണ് വന്നതെന്ന്? ഇല്ല, ഒരു വിസിറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ദീപകിന് അറിയാമായിരുന്നു അല്ലേ? യെസ്, ദീപക്കും സുനിതയുമാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സ്. ഞങ്ങൾ 3 പേരും പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ദീപക് ഈസ് എ നൈസ് ഗൈ. എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഞാനാണെന്ന് മനസ്സിലായാൽ വീണ വന്നില്ലെങ്കിലോ എന്ന് പേടിച്ചാണ് വിസിറ്റർ എന്ന് മാത്രം ദീപക് പറഞ്ഞത്. നമുക്ക് പോയൊരു കോഫി കഴിച്ചാലോ? ദീപകിനെ കൂടി വിളിക്കൂ. സുനിതയും വന്നോട്ടെ, പരിചയപ്പെടാമല്ലോ. വിളിക്കാം. അവർക്കും ഹേമന്തിനെ കാണാൻ ആഗ്രഹമുണ്ട്. അല്ല, ദാ ദീപക് വരുന്നുണ്ടല്ലോ. കൂടെ വരുന്നതാണ് സുനിത. സുനിത, ഇത് ആരാണെന്ന് മനസ്സിലായല്ലോ നിനക്കല്ലേ? പ്രത്യേകിച്ച് പറയണോ? ഹേമന്ത് വന്നിട്ടുണ്ടെന്ന് ദീപക് പറഞ്ഞു. അതല്ലേ ഞാൻ കാണാൻ വന്നത്. സുനിതയെക്കുറിച്ച് വീണ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. എക്സ്ക്യൂസ് മീ. ഹലോ പ്രേം. യാ 7:30 ഞാൻ വരാം.
ഇതാ പുറപ്പെടുന്നു. ബൈ. ഓഫീസിൽ നിന്നാണ് വിളിച്ചത്? അതെ, 7:30 ഒരു മീറ്റിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് വരുന്നു. കുറച്ച് പ്രിപ്പറേഷൻ നടത്താനുണ്ട്. സോറി ഫ്രണ്ട്സ്, കോഫി വേറൊരിക്കലാവാം. ഇപ്പൊ പുറപ്പെട്ട അത്രയും നേരത്തെ അവിടെ എത്താം. ഡോണ്ട് വറി, നമുക്ക് ഇനിയും കാണാമല്ലോ. വീണ, ചെന്നിട്ട് വിളിക്കാം. അത് മതി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഓവർ സ്പീഡ് വേണ്ട. ബി കെയർഫുൾ. ഓക്കെ, ബൈ. നൈസ് ഗായ്. ഈ പാവത്തിനെയാ നീ. ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കണം വീണ. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകളെ നമ്മൾ പഠിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞോ. ഇനി എത്ര ദിവസമാ വീണ നമ്മുടെ കൂടെയുള്ളത്? നമുക്കെല്ലാവർക്കും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? നെക്സ്റ്റ് സൺഡേ. അതൊരു നല്ല ഐഡിയയാ. എവിടേക്ക് പോകും? കന്യാകുമാരി. ഓ, അത് വേണ്ട. സിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും മതി. രാവിലെ പോയി വൈകിട്ട് വരണം. എന്നാ പിന്നെ കോവളമായാലോ? ആ, അത് മതി. നല്ലൊരു റെസ്റ്റോറന്റിൽ കയറി ലഞ്ച് കഴിക്കണം. ചന്ദ്രുവും ശിവയും ദേവികയും ഒക്കെ വരും. വണ്ടി എടുത്തു പോവാം. ഓക്കെ? ഓക്കെ. അല്ല, വീണ എന്താ ഒന്നും പറയാത്തത്? എനിക്ക് വേണ്ടി പോകുമ്പോ പിന്നെ ഞാൻ വരാതിരിക്കുമോ? വീണയ്ക്ക് കടൽ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. എത്ര നേരം കണ്ടുകൊണ്ടിരുന്നാലും കടൽ മടുപ്പിക്കുകയില്ല. പക്ഷെ കടലിനെ പേടിയാ. ആര് പറഞ്ഞു? പിന്നെന്താ കടലിന്റെ അടുത്തേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ? കണ്ടില്ലേ, ചന്ദ്രുവും സുനിതയും ശിവയും ദേവികയും ഒക്കെ കടൽ തിരകളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി ആർത്തലച്ച് ചിരിക്കുന്നത്. പിന്നെന്താ ആ ചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ ദീപക് പോകാത്തത്? അത് പിന്നെ വീണയെ ഒറ്റയ്ക്കാക്കണ്ടെന്ന് വിചാരിച്ച. താങ്ക്സ്. ഹേമന്ത വിളിക്കുന്നേ. ഞാൻ മാറി നിൽക്കണോ? എന്തിനാ? സ്വകാര്യം പറയാനൊന്നും അല്ല. ഹലോ ഹേമന്ത്. ഹലോ വീണ, നീ വീട്ടിലല്ലേ? കടലിന്റെ ഇരമ്പൽ കേൾക്കുന്നല്ലോ. ഞാനിപ്പോ കോവളം ബീച്ചിലാണ്. സൺഡേ അല്ലേ, ഒരു ഔട്ടിംഗ്. സുനിതയുണ്ടോ കൂടെ? സുനിത മാത്രമല്ല, ഞങ്ങൾ 6 ഫ്രണ്ട്സ് ഉണ്ട്. 6 ഫ്രണ്ട്സോ? അതാരാ? ഓഫീസിലെ ഫ്രണ്ട്സ് ആണ്. എന്താ, അവർക്കാർക്കും പേരില്ലേ? സുനിതയും ദേവികയും ദീപക്കും ചന്ദ്രുവും ശിവയും എല്ലാരും ഉണ്ട്. 3 പെണ്ണുങ്ങൾക്ക് 3 ആണുങ്ങൾ. കൊള്ളാം. ആരാ നിന്റെ ജോഡി? ദീപക്കോ ചന്ദ്രുവോ അതോ ശിവയോ? ഹേമന്ത്, ചുറ്റിയടിക്കാൻ പോകാൻ എന്റെ പെർമിഷൻ ഒന്നും മേടിക്കണ്ട. പക്ഷേ എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. മനഃപൂർവ്വം പറയാതിരുന്നതല്ല, മറച്ചു വെച്ചതുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കോൾ എടുക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ. നീ എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ടെന്ന് ആർക്കറിയാം. ശരി, ഞാൻ നിങ്ങൾക്ക് ശല്യമാവുന്നില്ല. എൻജോയ് ചെയ്തോ. ഹേമന്ത്, ഹലോ ഹേമന്ത്, ഹലോ. വീണ, വാട്ട് ഹാപ്പൻഡ് ടു യു? ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോവാ ദീപക്. നല്ല സുഖം തോന്നുന്നില്ല. നിങ്ങൾ സാവധാനം വന്നാ മതി. നീ എന്താ വീണ ഈ പറയുന്നത്? നിനക്ക് വേണ്ടിയല്ല ഞങ്ങൾ വന്നത്, എന്നിട്ട് നീ തിരിച്ചു പോവാനോ? നോ. എനിക്ക് വയ്യ ദീപക്. എന്താ നിന്റെ കണ്ണ് നിറഞ്ഞത്? ഹേമന്ത് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞോ? വാ, നമുക്ക് കാറിൽ ചെന്ന് കുറച്ചേരം ഇരിക്കാം. ഹേമന്തുമായി എനിക്ക് യോജിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ 6 പേരാണെന്ന് പറഞ്ഞപ്പോ ജോഡിയായി എൻജോയ് ചെയ്യാൻ വന്നതാണോ എന്നാ ചോദിച്ചത്. അതൊന്നും സീരിയസ് ആയി എടുക്കല്ലേ. ഞങ്ങൾ പുരുഷന്മാരിത്തിരി പൊസസീവാ. സ്നേഹിക്കുന്ന പെണ്ണ്, പ്രത്യേകിച്ചും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണ് മറ്റൊരു പുരുഷനോട് മിണ്ടുന്നത് പോലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഞങ്ങൾക്ക്. ദീപക്, നിന്നെ പോലെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരാളെയായിരുന്നു എനിക്ക് വേണ്ടത്. എങ്കിൽ പിന്നെ നിനക്കെന്നോട് ഇക്കാര്യം നേരത്തെ പറയായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ 100 വട്ടം സമ്മതമായിരുന്നു. പക്ഷേ ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. കല്യാണത്തിന് മുമ്പുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളായത്. നീ അതൊന്നും കാര്യമാക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നിനക്ക് ഓർക്കേണ്ടി വരില്ല. കമോൺ, നമ്മളെ കാണാഞ്ഞ് അവരിപ്പോ തിരയുന്നുണ്ടാവും. ഹലോ. സോറി വീണ, ഐ എം റിയലി സോറി. ഇന്നലെ നിന്നോട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? എനിക്ക് മുൻകോപം ഇത്തിരി കൂടുതലാ. പ്ലീസ് പ്ലീസ് ഫോർഗീവ് മീ. കോവളത്ത് പോവാൻ ഫ്രണ്ട്സാണ് പ്ലാൻ ചെയ്തത്. ഞാൻ കൂടെ ചെന്നു.
അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെ പറയല്ലേ, ഞാനാണ് തെറ്റ് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നാളെ ഞാൻ ഡൽഹിക്ക് പോകുന്നു. ഫ്ലൈറ്റിലാണ്. സ്വിസ് എംബസിയിൽ പാസ്പോർട്ടുമായി ചെല്ലാൻ അവർ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ പാസ്പോർട്ട് വേണ്ടേ? വീട്ടിലിരിപ്പുണ്ട്. അച്ഛനോട് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഇന്നു തന്നെ അച്ഛനത് അവിടെ കൊണ്ടുവന്ന് തരും. ഞാനല്ലേ സ്വിറ്റ്സർലൻഡിൽ പോകുന്നത്, എന്റെ പാസ്പോർട്ട് മാത്രം മതി. അപ്പോ ഞാൻ വരണ്ടേ? നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്? വീണ, അത് മാരേജ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കൂട്ടായിട്ട് നീ വീട്ടിൽ കാണുമല്ലോ എന്ന് കരുതിയല്ലേ ഞാൻ പോകുന്നത്. 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് തീരും. വീട്ടിൽ അച്ഛനമ്മയ്ക്കും കൂട്ടിനൊരാളെ കിട്ടാൻ വേണ്ടിയാണോ ഹേമന്ത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് എനിക്ക് മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തുണയാകണം. അതാണല്ലോ നാട്ടുനടപ്പും. എങ്കിൽ പിന്നെ ജോലിയൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതായിരുന്നില്ലേ നല്ലത്? മതിയായിരുന്നു. പക്ഷേ മാസം തോറും കിട്ടുന്ന സാലറി മാത്രമാണ് ഞങ്ങളുടെ വരുമാനം. അതുകൊണ്ട് ആ ജോലിയുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് തീരുമാനിച്ചത്. നിന്റെ അച്ഛനെ പോലെ പൂത്ത കാശുള്ള ഒരാളായിരുന്നു എന്റെ അച്ഛനെങ്കിൽ നിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വിടില്ലായിരുന്നു. എന്റെ അച്ഛന്റെ കയ്യിൽ പൂത്ത കാശൊന്നുമില്ല. അധ്വാനിച്ച് തന്നെ അച്ഛനും പണം ഉണ്ടാക്കുന്നേ. അധ്വാനം? എഞ്ചിനീയർമാർക്ക് കൈക്കൂലി കൊടുത്ത് സർക്കാരിനെ വെട്ടിച്ച് കാശുണ്ടാക്കുന്നത് നല്ല അധ്വാനം തന്നെ. മൈൻഡ് യുവർ വേർഡ്സ്. സത്യം പറയുമ്പോ നീ എന്തിനാ കലയുള്ളുന്നേ? ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കരുത്. എന്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാ. അധ്യാപകരുടെ മക്കളെ ആരും മാനേഴ്സ് പഠിപ്പിക്കണ്ട. നിനക്ക് വളർത്തു ദോഷമുണ്ട്. കാശുള്ള വീട്ടിലെ എല്ലാ പിള്ളേർക്കും അത് കാണും. നിങ്ങൾക്ക് കോംപ്ലക്സാ, അതാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാ മാസവും എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം കഷ്ടിച്ച് ജീവിക്കുന്നവർക്ക് കാശുള്ളവരെ കണ്ടുകൂടാ. ഒന്നാം തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. Shut up, you. You shut up. സുമംഗലേ, ആരോ വരുന്നെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അത് മോളാണല്ലോ. അറിയിക്കുക പോലും ചെയ്യാതെ ടാക്സി എടുത്ത്. വീണയോ? എന്താ മോളെ പെട്ടെന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മേ, രണ്ടുപേരോടും. അതിനെ പെട്ടെന്ന് ഇങ്ങ് വന്നത്. എന്താ മോളെ? എനിക്ക് ഈ കല്യാണം വേണ്ട. നമുക്ക് താല്പര്യമില്ല, പിന്മാറുകയാണെന്ന് ഇപ്പൊ തന്നെ അവരെ വിളിച്ചു പറയണം. മോളെ, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഇത്രയും ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് ഇനി ഈ കല്യാണം വേണ്ടെന്നോ? എന്തെങ്കിലും കാരണമില്ലാതെ നീ ഇങ്ങനെ പറയില്ലെന്ന് അച്ഛനറിയാം. മോളെ, എന്താ സംഭവിച്ചേ? ഞങ്ങൾ തമ്മിൽ ചേരില്ല അച്ഛാ. എനിക്ക് ചോദിച്ച ആളല്ല അയാൾ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എല്ലാവരെയും ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിൽ മോതിരമാറലും നടന്നു. നാണക്കേടല്ലേ മോളെ? ആളുകളോട് അച്ഛൻ എന്ത് മറുപടി പറയും? ജീവിതകാലം മുഴുവൻ ഞാൻ നരകിക്കുന്നതാണോ അതോ തൽക്കാലത്ത് നാണക്കേടാണോ വലുത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ ഞാൻ ഹേമന്തിനോട് സംസാരിക്കാം മോളെ. വേണ്ടച്ചാ, അയാളെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അയാൾ ഒരിക്കലും എനിക്ക് മനസമാധാനം തരില്ല. ഒന്നല്ല, പല അനുഭവങ്ങളുണ്ടായി. ദാമ്പത്യം വിട്ടുവീഴ്ച കൊണ്ടേ മുന്നോട്ട് പോകും മോളെ. കല്യാണത്തിന് മുൻപേ തനിനിറം അറിയാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇന്ന് തന്നെ അച്ഛൻ എറണാകുളത്ത് വിളിച്ച് പറയണം. നഷ്ടപരിഹാരം ചോദിച്ചാൽ അതും കൊടുത്തേക്ക്. നമ്മളാണല്ലോ പിന്മാറുന്നത്. മോളെ, ഇക്കാര്യത്തിൽ നീ ഒരു എടുത്തുചാട്ടം നടത്തിയില്ലേ എന്ന എന്റെ സംശയം. എടുത്തുചാട്ടമല്ല ദീപക്, ഞാൻ ശരിക്കും ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാ. 1 2 തവണയല്ല, പല പ്രാവശ്യം കല്ലുകടിച്ചു. സത്യത്തിൽ ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. നിന്റെ അച്ഛനും അമ്മയും? അവർക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അതങ്ങ് മാറും. നിന്റെ മാരേജ് അടുത്ത 28-നാണെന്ന് മിക്കവാറും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. അവര് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും? അയാളുടെ കുഴപ്പം കൊണ്ട് ഞാൻ പിന്മാറി എന്ന് പറഞ്ഞ പലരും വിശ്വസിക്കില്ല. അതുകൊണ്ട് എന്റെ കുഴപ്പം കാരണം അയാൾ പിന്മാറി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ വീണ, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറുകയില്ല. ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഇക്കാര്യം പറയാനല്ല. പിന്നെ? പ്രധാനപ്പെട്ട കാര്യം വേറെയാണ്. എന്താ അത്? എന്റെ വെഡ്ഡിംഗ് കാർഡ് ഇന്ന് പ്രിന്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതിലൊരു ചെറിയ മാറ്റം വരുത്തട്ടെ. എന്ത് മാറ്റം? വരന്റെ പേരിന്റെ സ്ഥാനത്ത് നിന്ന് ഹേമന്ത് മാറ്റിയിട്ട് അവിടെ ദീപക് എന്ന് ചേർക്കട്ടെ. വീണ, നീ എന്തായി പറയുന്നത്? എന്നോടുള്ള ഇഷ്ടം നിനക്ക് നേരത്തെ പറയാമായിരുന്നു. എങ്കിൽ ആ പെണ്ണുകാണലും മോതിരം മാറലും ഒഴിവാക്കാമായിരുന്നു. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? അതെ, നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം അച്ഛനോടും അമ്മയോടും പറയാൻ. 28-ാം തീയതി അതേ മുഹൂർത്തത്തിൽ നീ എന്റെ കഴുത്തിൽ താലി കെട്ടണം. ഹേമന്തിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ നീ? അല്ല, എന്റെ ആഗ്രഹം സഫലമാക്കാൻ. ഒപ്പം നിന്റെയും.
നീ എന്നെയും ഞാൻ നിന്നെയും മനസ്സിലാക്കിയതുപോലെ വേറെ ആർക്കും പറ്റില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ്. നമുക്കൊന്നിച്ച് ജീവിക്കാൻ ദീപക്. എനിക്കിഷ്ടമാണ് നിന്നെ. ഹേമന്ത് എന്നെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. ദീപകിന്റെ താമസ സ്ഥലം തേടി പിടിച്ച് വരികയാണ് ഞാൻ. ഹേമന്ത് ഇരിക്കൂ. എനിക്കിരിക്കണമെന്നില്ല ദീപക്. തീ പിടിച്ച മനസ്സാണ് എന്റേത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ വീണ പറഞ്ഞു കാണുമല്ലോ. ഉവ്. ഇന്നലെ വീണയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്, അവർക്ക് താല്പര്യമില്ലെന്ന്. അതോടെ എന്റെ അമ്മ തലചുറ്റി വീണു. ഇപ്പൊ ഹോസ്പിറ്റലില്ല. മെന്റൽ ഷോക്ക് കാരണം അച്ഛനൊരു അക്ഷരം പോലും മിണ്ടാനാവാതിരിക്കുന്നു. ഹേമന്ത് എന്തിനാ എന്നെ കാണാൻ വന്നത്? എനിക്ക് ദീപകിന്റെ സഹായം വേണം. എനിക്ക് വേണ്ടി വീണയോട് സംസാരിക്കണം. എല്ലാം പൊറുക്കാനും മറക്കാനും അവളോട് പറയണം. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. ദീപക് റിക്വസ്റ്റ് ചെയ്താൽ വീണ അത് തള്ളിക്കളയില്ല. എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. വീണയോട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വൈകിപ്പോയി ഹേമന്ത്. വൈകിട്ടില്ല. നേരിട്ട് കണ്ട് മാപ്പ് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ദീപകിന്റെ അടുത്ത് വന്നത്. എന്നെ തള്ളിക്കളയരുത് പ്ലീസ്. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം വീണ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവള് പിന്മാറിയത്. അതെന്താ ഹേമന്ത് മനസ്സിലാക്കാത്തത്? അങ്ങനെയല്ല. അവൾക്ക് എന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമാണ്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അതൊരു കൂട്ട ആത്മഹത്യക്ക് കാരണമാകും. എന്റെ അച്ഛൻ കോളേജ് പ്രൊഫസറാണ്, മാനാഭിമാനമുള്ളവനാണ്. പെൺവീട്ടുകാർ പിന്മാറിയെന്നറിഞ്ഞാൽ അദ്ദേഹം എന്നെ ജീവിച്ചിരിക്കില്ല. സോറി ഹേമന്ത്, എന്നെ ഒഴിവാക്കിയേക്ക്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വീണയോട് ഇക്കാര്യം സംസാരിക്കാൻ. ഞാൻ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അത് നേരാണ്. പക്ഷേ അവളാണ് അതിന് കാരണക്കാരി. എങ്കിലും ഞാൻ അവളെ കുറ്റം പറയില്ല. കാരണം ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ഇതിനു വേണ്ടിയാണെങ്കിൽ ഹേമന്ത് ഇനി എന്നോട് സംസാരിക്കണമെന്നില്ല. ശരി, ഞാൻ പോയേക്കാം. പക്ഷെ ദീപക് അറിയാത്തൊരു കാര്യമുണ്ട്. മോതിരം മാറൽ നടന്നു കഴിഞ്ഞ ശേഷം വീണ എന്നോടൊപ്പം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഒരു രാത്രി ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റുമെന്ന് അവളോട് ചോദിക്കണം. അത് മാത്രം മതി. ശരി, ഗുഡ് ബൈ. ഹേമന്ത്, ദീപക്, നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് നീ പിന്മാറുകയാണോ? അതെ വീണ, നിനക്കെല്ലാം കൊണ്ടും യോജിച്ച വരൻ ഹേമന്ത. നീ അയാളെ തന്നെ വിവാഹം കഴിക്കണം. ഇതെന്റെ അഭ്യർത്ഥനയാ. ദീപക്, എനിക്കിപ്പോ നിന്നോട് പുച്ഛമാണ് തോന്നുന്നത്. നീ ഒരു പുരുഷനാണെന്ന് ഞാൻ വിചാരിച്ചു. വാക്കിന് വിലയുള്ളവനാണെന്ന് വിശ്വസിച്ചു. എനിക്ക് തെറ്റി. ഞാൻ കണ്ട കിനാവുകളൊക്കെ പാഴായി. വീണ, ഞാൻ പറയുന്നത് നീ സമാധാനമായി കേൾക്കണം. നമ്മുടെ കാര്യം നമ്മൾ കാര്യമായി ആലോചിക്കാതെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ്. നാം അപ്പോൾ നമ്മുടെ ജീവിതം മാത്രമേ കണ്ടുള്ളൂ. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും എത്ര വ്യസനിക്കുന്നു എന്നറിയാമോ? അവർ എത്ര പേരുടെ മുമ്പിൽ നാണം കെടുവെന്നറിയാമോ? ഒരു മനോരോഗിയോടൊപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ അരകിക്കുന്നതാണ് അതിലും നല്ലത്, അല്ലേ? നിങ്ങൾ തമ്മിൽ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായി എന്നത് നേര് തന്നെയാണ്. പക്ഷേ സ്നേഹമുള്ളിടത്തെ പിണക്കം കാണൂ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എന്തിനാണ് അയാൾക്ക് വേണ്ടി നീ വാദിക്കുന്നത്? ആ കല്യാണം നടക്കണം. ഹേമന്തിന്റെ അമ്മ ഹോസ്പിറ്റലില്. അച്ഛൻ ഇതറിഞ്ഞ ശേഷം സംസാരിച്ചിട്ടില്ല. ആ വീട്ടിലൊരു ആത്മഹത്യ നടന്നാൽ അതിന്റെ ശാപം നിന്നെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഹേമന്ത് എന്നെ കാണാൻ വന്നിരുന്നു. ഓ, അതാണ് കാര്യം. അയാളുടെ വരവിന്റെ ഉദ്ദേശം നടന്നു. അയാൾ വിജയിച്ചു. അയാൾ മിടുക്കനാണ്, മിടുമിടുക്കൻ. ഹേമന്ത് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്ത് കാര്യം? അയാൾ വന്നപ്പോൾ സംസാരിക്കാൻ അനുവദിക്കാതെ ആ നിമിഷം ആട്ടിയിറക്കണമായിരുന്നു. അത് ചെയ്യാതെ അയാൾ പറഞ്ഞതല്ല അക്ഷരം പ്രതി നീ വിഴുങ്ങി. വീണ, ഇന്നലെ രാത്രി പതിവ് പോലെ കോംപ്രമൈസിന് അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന്. തന്നെയുമല്ല, തീരുമാനിച്ച മുഹൂർത്തത്തിൽ ദീപക്കുമായി എന്റെ വിവാഹം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. വീണ, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നെ തോൽപ്പിക്കേണ്ടത് അയാളുടെ അന്തസ്സിന്റെ പ്രശ്നമായിരുന്നു. എന്റെ മാരേജ് മുടക്കേണ്ടത് അയാളുടെ പ്രതികാരമായിരുന്നു.
അത് നടന്നു. സോറി വീണ, ഒന്നും അറിയാതെയാണ് ഞാൻ. വേണ്ട ദീപക്, നിന്റെ മനസ്സിൽ അയാൾ വിഷം കുത്തിവെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി നമ്മളൊന്നിച്ചൊരു ജീവിതം ശരിയാവില്ല. നിന്റെ മനസ്സിൽ സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് കല്യാണം വേണ്ട. ഫ്രണ്ട്സ് സ്കോളർഷിപ്പ് ഞാൻ സ്വീകരിക്കുകയാണ്. അടുത്ത മാസം പാരീസിലേക്ക് പോകും. വീണ. ദീപക്, ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ്. നമ്മൾ തമ്മിൽ ഇനി കാണുകയില്ല. പോയിക്കോളൂ ദീപക്, എന്നെ വിട്ടേക്കൂ. കിനാവിൽ കണ്ടത് നാടകം സമാപിക്കുന്നു. രചന കെ സുധാകരൻ. സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: വീണ രമ്യ നമ്പീശൻ, സുനിത എസ് ദേവി, ഹേമന്ത് ശോഭി തിലകൻ, ദീപക് GS മഹേഷ് കുമാർ, സുമംഗല CR ആനന്ദവല്ലി, സൗദാമിനി റോസലിൻ, പ്രൊഫസർ മാധവദാസ് കൊച്ചനിയൻ, സദാശിവൻ നായർ പള്ളിപ്പുറം ജയകുമാർ. സാങ്കേതിക സഹായം B സുരേഷ് കുമാർ. സംവിധാന സഹായം BN ദീപ, M നിസാമുദ്ദീൻ, ദുർഗ രാജു, രതീഷ് J അയ്യർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.